ഗുഡ് മോർണിംഗ് എവരി വൺ. 11-ാം തീയതി മുതൽ പുതിയൊരു സെമസ്റ്റർ തുടങ്ങിയതിനാണ്. തേർഡ് സെമസ്റ്റർ അവസാനിച്ച് ഫോർത്ത് സെമസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. ഫോർത്ത് സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ് ദ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഈ കമ്പനീസ് ആക്ട് 2013 നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് റെഗുലേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ്. കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക്, കമ്പനീസിന് എന്തൊക്കെ റെഗുലേഷൻസൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നത്. അപ്പോൾ 5 മൊഡ്യൂൾസ് ആയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, കമ്പനി എങ്ങനെയാണ്, മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് കമ്പനി, ഫീച്ചേഴ്സ്, കൈൻഡ്സ് ഓഫ് കമ്പനീസ്, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, അസോസിയേറ്റ് കമ്പനി, ഡോർമെൻറ്റ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനി, ഗവൺമെൻറ് കമ്പനി, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. മൊഡ്യൂൾ 2 ഫോർമേഷൻ ഓഫ് കമ്പനീസ് വരുന്നത്. അതിൽ പ്രൊമോഷനും ഇൻകോർപ്പറേഷനും കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, പിന്നെ കമ്പനീസ് ഡോക്യുമെൻ്റ് വരുന്നുണ്ട്, മെമ്മറാൻഡം, അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ്. തേർഡ് മൊഡ്യൂളിലാണ് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ ഷെയർസ്, കൈൻഡ്സ് ഓഫ് ഷെയർസ്, അങ്ങനെ കുറേ ഷെയർസിനെ കുറിച്ചിട്ടും ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 4 മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ്, അതിൻ്റെ ബോർഡ് ഗവേണൻസ്, ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ്, പൊസിഷൻ, പവേഴ്സ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, കീ മാനേജറിയൽ പേഴ്സണൽ, ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ്, ആ കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 4 വരുന്നുണ്ട്. മൊഡ്യൂൾ 5 കമ്പനി മീറ്റിംഗ്സ് ആൻഡ് വൈൻഡിങ് അപ്പ്, കമ്പനിയുടെ മീറ്റിംഗ് എങ്ങനെയാണ്, അതുപോലെ റിക്വിസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗ്, റെസൊല്യൂഷൻസ്, ടൈപ്സ്, കമ്പനി സെക്രട്ടറി, ക്വാളിഫിക്കേഷൻ, അപ്പോയിൻമെൻറ്റ്, ഡ്യൂട്ടീസ്, വൈൻഡിങ് അപ്പ്, മീനിങ്, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ, മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, ലിക്വിഡേറ്റർ, പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013ൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇത് ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററി ആയിട്ട് പറയേണ്ടി വരും. ഇന്ത്യൻ കമ്പനി ആക്ടിൻ്റെ ഹിസ്റ്ററി ആയിട്ട്. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കമ്പനി ലോ ബിഗാൻ വിത്ത് ദി കമ്പനീസ് ആക്ട് ഓഫ് 1844. അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് തുടങ്ങിയിട്ടുള്ളത് കമ്പനീസ് ആക്ട് 1850 മുതൽ അത് മോഡൽ ഇതാണെന്ത് ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട് 1844 എന്നുള്ള പറയുന്നത്. പിന്നെ കുറേ ചേഞ്ചസ് കമ്പനീസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഡിപെൻഡൻസിന് ശേഷം. അതുപോലെ ഒരുപാട് ചേഞ്ചസ് കമ്പനീസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കണ്ടീഷൻസിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് പിന്നെ ഒരു 12 മെമ്പർ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. The central government appointed a 12-member committee in October 1950. ഒക്ടോബർ 1950 ഒരു 12-member കമ്മിറ്റീനെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു CH ബാബ. അതുകൊണ്ട് ആ കമ്മിറ്റീനെ ബാബ കമ്മിറ്റി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഏപ്രിൽ 1952 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ 2 സെപ്റ്റംബർ 1953 സെൻട്രൽ ഗവൺമെൻറ് ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ദ പാർലമെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്തു ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഇൻ 1954. ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി 1954 അപ്പോയിൻറ്റ് ചെയ്തു. എന്നിട്ട് ബാബ കമ്മിറ്റിയിലെ റെക്കമെൻഡേഷൻസിനും അവർ മോഡിഫിക്കേഷനും ചേഞ്ചസൊക്കെ അവർ സജസ്റ്റ് ചെയ്ത മോഡിഫിക്കേഷൻ ചേഞ്ചസൊക്കെ കൊണ്ടുവന്നതാണ് ആ ബില്ലിൽ. ഈ റെക്കമെൻഡേഷൻ പ്രകാരം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ത് ചെയ്തു, ഒരു പുതിയ ആക്ട് നവംബർ 1955 ആക്ട് പാസ്സാക്കി. ആ ഇറ്റ് റിസീവ്ഡ് ദി പ്രസിഡൻറ്റ് അസെറ്റ് ഓൺ 18th ജനുവരി. പ്രസിഡൻറ്റിൻ്റെ സമ്മതം കിട്ടിയത് 18th ജനുവരി 1956 ഈ ആക്ട് പിന്നെ ഏപ്രിൽ 1956 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഇതിൽ 658 സെക്ഷൻസും അതുപോലെ 14 ഷെഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 658 സെക്ഷൻസ് ആൻഡ് 48 ഷെഡ്യൂൾസ്.
ഇതാണ് കമ്പനീസ് അറ്റ് 1956. ഈ ചേഞ്ചസ് കാരണം എക്കണോമിക് എൻവയോൺമെൻറ്റ് അറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ ആൻഡ് ദി ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി എനേബിൾ ദി ഗവൺമെൻറ് ടു മേക്ക് എ ന്യൂ ലെജിസ്ലേഷൻ ടു പ്രൊവൈഡ് ഫോർ ന്യൂ പ്രൊവിഷൻസ് ഇൻ ദി കമ്പനീസ് ആക്ട്. ഈ കമ്പനീസ് ആക്ടിൽ വീണ്ടും പുതിയ പ്രൊവിഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഈ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവിഷൻസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനി ബില്ല് എന്ത് ചെയ്തു 2009 പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറേ സജഷൻസ് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ് ഓൾസോ മെയ്ഡ് ന്യൂമറിയസ് റെക്കമെൻഡേഷൻ ഇൻ ഇറ്റ്സ് റിപ്പോർട്ട്. അവരെന്ത് ചെയ്തു, ന്യൂമറിയസ് റെക്കമെൻഡേഷനൊക്കെ ഇതിനാവശ്യമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തു. ഈ റെക്കമെൻഡേഷന് സജഷനൊക്കെ കാരണം ദ ബില്ല് റിക്വയർഡ് എ ലാർജ് നമ്പർ ഓഫ് അമെൻമെൻറ്റ്സ്. ഈ ബില്ലിൽ എന്തുണ്ട്, കുറേ അമെൻമെൻറ്റ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ദ സെൻട്രൽ ഗവൺമെൻറ് ദെൻ ഡിസൈഡ് ടു വിഡ്രോ ദ കമ്പനീസ് ബിൽ 2009. കമ്പനി ബില്ല് 2009 സെൻട്രൽ ഗവൺമെൻറ് വിഡ്രോ ചെയ്തു. പിന്നെ ഒരു ഫ്രഷ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇൻകോർപ്പറേറ്റിംഗ് ഇൻ ദി റെക്കമെൻഡേഷൻ ഓഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആൻഡ് സജഷൻ ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷനും സജഷൻ പ്രകാരം പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കമ്പനീസ് ബില്ല് 2011 ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 14 ഡിസംബർ 2011. ഇറ്റ് വാസ് റിഫേർഡ് ടു എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ 5 ജനുവരി 2012. ഇൻകോർപ്പറേറ്റിംഗ് റെക്കമെൻഡേഷൻസ് ഓൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട് ഓൺ 26 ജൂൺ 2012. അവരുടെ റെക്കമെൻഡേഷൻ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 26 ജൂൺ 2012 ഈ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്ത് പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു ലോക്സഭയിലും അതുപോലെ 18 ഡിസംബർ 2012 അത് രാജ്യസഭയിലും പാസ്സാക്കിയിട്ടുള്ളത്. രാജ്യസഭയിൽ 8 ഓഗസ്റ്റ് 2013 ലോക്സഭയിൽ 18 ഡിസംബർ 2012 പാസ്സാക്കി. അതാണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. The company's bill on receiving the assent of Honorable President of India August 29, 2013 was notified in the Gazette of India on August 30, 2013 as the Companies Act 2013. അതായത് പ്രസിഡൻറ്റിൻ്റെ സമ്മതം, അവരുടെ ഹോണറബിൾ അസെൻറ്റ് കിട്ടിയത് ഓഗസ്റ്റ് 29, 2013 പിന്നെയാണ് ഈ കമ്പനീസ് ആക്ട് 2030 ആയിട്ട് മാറിയത്. 1956 കുറേ റെക്കമെൻഡേഷൻസും കുറേ സജഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പുതിയൊരു ബില്ല് കൊണ്ടുവന്നതാണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഈ ആക്ടിൽ 470 സെക്ഷൻസും അതുപോലെ 7 ഷെഡ്യൂൾസാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1956 ആക്ട് പ്രകാരം 658 സെക്ഷൻസും അതുപോലെ 15 ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത്. ഇനി എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് ഈ കമ്പനീസ് ആക്ടിനുള്ളത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു റെഡ്യൂസ് ദി കണ്ടന്റ് ഓഫ് ദി സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദി റിലേറ്റഡ് ലോ ഇൻ ദി കമ്പനീസ് ആക്ട് 2013 ആസ് കമ്പയർഡ് ടു കമ്പനീസ് ആക്ട് 1956. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 അപേക്ഷിച്ച് ഈ കമ്പനീസ് ആക്ടിൽ കുറേ പോർഷൻ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുക, അവർക്ക് മുഖ്യമായിട്ടുള്ള കണ്ടൻറ്റ് മാത്രമാക്കിയിട്ട് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ടു ഇൻട്രൊഡ്യൂസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദി പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഗവേണൻസ്, മാനേജ്മെൻറ്റ്, കംപ്ലയൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, ഡിസ്ക്ലോഷർ നോംസ് ആൻഡ് ഓഡിറ്റേഴ്സ്. അതായത് പുതിയ ചേഞ്ചസൊക്കെ ഗവേണൻസിനെതിരെ അതുപോലെ മാനേജ്മെൻറ്റിനും കംപ്ലയൻസ് എൻഫോഴ്സ്മെൻറ്റിനൊക്കെ ഡിസ്ക്ലോഷർ നോംസ് ആൻഡ് ഓഡിറ്റേഴ്സ് അതിനൊക്കെ എതിരെ പുതിയൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ പ്രൊവിഷനിലൊക്കെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് കൊണ്ടുവരിക. തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എനേബിൾ ദി കോർപ്പറേറ്റ് സെക്ടർ ടു കണ്ടക്ട് ഇറ്റ്സ് അഫയേഴ്സ് റെസ്പോൺസിബിളി ആൻഡ് ട്രാൻസ്പെറൻ്റ്ലി. അതായത് കോർപ്പറേറ്റ് സെക്ടർ എന്ത് ചെയ്യുകയാണ്, അവരുടെ അഫയേഴ്സ് ഒന്നുകൂടി റെസ്പോൺസിബിൾ ആയിട്ടും അതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലും ഒരു ഉത്തരവാദിത്തത്തോടു കൂടി അതുപോലെ ഒരു സുതാര്യമായ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇനേബിൾ ആക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടിയാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് വൺ, ഇൻട്രൊഡ്യൂസിങ് ന്യൂ കൺസെപ്റ്റ് സച്ച് ആസ് വൺ പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനീസ് ആൻഡ് ഡോർമെൻറ്റ് കമ്പനി.
അതായത് പുതിയൊരു കൺസെപ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഈ 1 person കമ്പനിയെ പോലെ സ്മോൾ കമ്പനീസ്, ഡോർമെൻറ്റ് കമ്പനീസ്, ഇതൊക്കെ ഈ ഒരു കൺസെപ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. ആൻഡ് 5th one ഈസ് ഇൻട്രൊഡ്യൂസിങ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് simplicity in the formation and development of companies so as to encourage entrepreneurship for the development of economy. അതായത് കമ്പനീസിൻ്റെ ഡെവലപ്മെൻറ്റും കമ്പനി ഫോം ചെയ്യുന്നതിലൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി അതുപോലെ സിംപ്ലിസിറ്റി, കോംപ്ലിക്കേഷൻസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എളുപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, സിംപ്ലിസിറ്റി ഒക്കെ കൊണ്ടുവരിക. എന്നാലുള്ള അതൊരു എൻ്റർപ്രണർഷിപ്പിന് പുതിയ പുതിയ കമ്പനീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്കണോമി ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് എൻ്റർപ്രണർഷിനെ എൻകറേജ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് പ്രൊവിഷൻസ് ഡീലിംഗ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രെയിനിങ് ഫോർവേഡ് ഡീലിങ്സ് ഇൻ ദി സെക്യൂരിറ്റീസ് ഓഫ് കമ്പനീസ്. അതായത് പുതിയ പ്രൊവിഷൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രെയിനിങ് അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആ ട്രെയിനിങ്ങിനൊക്കെ എതിരെ അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഫോർവേഡ് ഡീലിങ്സിനൊക്കെ എതിരെ കമ്പനിയുടെ സെക്യൂരിറ്റീസിനുള്ള ഇൻസൈഡർ ട്രെയിനിങ്ങിലും അതുപോലെ ഫോർവേഡ് ഡീലിങ്സിനൊക്കെ എതിരെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ പ്രൊവിഷൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രൊവിഷൻസ് ആൻഡ് കൺസെപ്റ്റ് ആൻഡ് പ്രിസ്ക്രൈബിങ് എക്സ്റ്റെൻസീവ് റൂൾസ് ടു മേക്ക് ദി ലോ ഡൈനാമിക് ആൻഡ് റെസ്പോൺസീവ് ടു ദി നീഡ്സ് ഓഫ് ദി കോർപ്പറേറ്റ് സെക്ടർ. അതായത് ഇതിൽ പറയുന്നതാണ് പുതിയ പുതിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പുതിയ പ്രൊവിഷൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ പുതിയ കൺസെപ്റ്റ് റൂൾസൊക്കെ കൊണ്ടുവരിക. എന്തിനാന്ന് വെച്ചാൽ ലോ ഒന്നും കൂടി ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ നീഡ്സിനനുസരിച്ചിട്ട് അത് റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് പുതിയ പുതിയ പ്രൊവിഷൻസും കൺസെപ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് 8th one ഈസ് ഇൻട്രൊഡ്യൂസിങ് എക്സ്റ്റെൻസീവ് ചേഞ്ചസ് വിത്തിൻ ദി ഏരിയ ഓഫ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് വിത്ത് എ വ്യൂ ടു എൻഹാൻസിങ് ഓഡിറ്റ് ഇഫക്റ്റീവ്നെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ഓഡിറ്റേഴ്സ്. അതായത് പുതിയൊരു ചേഞ്ചസ് ആയിട്ട് എക്സ്റ്റെൻസീവ് ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു ഓഡിറ്റിൻ്റെ ഇടയിലും, ഓഡിറ്റിനും അതുപോലെ ഓഡിറ്റേഴ്സിൻ്റെ ഇടയിലും അവർക്ക് ഓഡിറ്റ് ഒന്നുകൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും ഒന്നുകൂടി അക്കൗണ്ടബിൾ ആവാൻ വേണ്ടിയിട്ടും ഓഡിറ്റേഴ്സ് ഒന്നുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുതിയ ചേഞ്ചസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ പറയുന്നതാണ് പ്രൊവൈഡ് മെർജേഴ്സ്, അമാൽഗമേഷൻ ആൻഡ് ടേക്ക് ഓവേഴ്സ്. അതായത് കമ്പനീസ് തമ്മിലുള്ള മെർജിങ്ങിനും അതുപോലെ അമാൽഗമേഷനും ടേക്ക് ഓവേഴ്സിനും ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് ക്രിയേഷൻ ഓഫ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനി ലോ അപ്പലീറ്റ് ട്രൈബ്യൂണൽ. അതായത് ഈ കമ്പനി ലോ ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലും നാഷണൽ കമ്പനി ലോ അപ്പലീറ്റ് ട്രൈബ്യൂണലൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ കോർട്സിൻ്റെ ഒക്കെ അതായത് കോടതികളൊക്കെ ഒരുപാട് ബേർഡൻസൊക്കെ ഉണ്ടാക്കും, അവർക്ക് ഒരുപാട് ബേർഡൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്രൈബ്യൂണൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് ഡീല് ചെയ്യും. നെക്സ്റ്റ് വൺ ക്രിയേറ്റ് നാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് അതോറിറ്റി ടു ടേക്ക് ഓവർ സെവറൽ ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് ദി സെറ്റിംഗ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് നാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രൊഡ്യൂസിങ് കോർപ്പറേറ്റ് ഗവേണൻസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ ഒരു സെക്ഷൻ പ്രകാരമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തിനാണെന്ന് അറിയാം. ഒന്നുകൂടി സൊസൈറ്റിക്കും സോഷ്യലി അതുപോലെ എൻവയോൺമെൻറ്റലി അതുപോലെ എത്തിക്കലി ആയിട്ട് കമ്പനീസ് ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു CSR ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഫീച്ചറാണ് 1 person കമ്പനി. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയൊരു കൺസെപ്റ്റാണെന്ത് 1 person കമ്പനി എന്ന് പറയുന്നത്. ഈ ആക്ട് the act provides for the formation of 1 person company. It may have only 1 director and 1 shareholder. അതായത് ഈ 1 person കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറും ഒരു ഡയറക്ടറും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ 1 person കമ്പനി എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഫീച്ചറാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതെന്താണെന്ന് നമുക്കറിയാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും കൂടി സോഷ്യലി ആയിട്ട്, അതായത് കമ്പനീസ് സൊസൈറ്റിയായിട്ട് ഒന്നും കൂടി മിങ്കിൾ ചെയ്തിട്ട് പ്രവർത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത പുതിയൊരു കൺസെപ്റ്റാണെന്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് ഈ ഒരു കമ്പനീസ് അതിൻ്റെ ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് വൺ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ NCLT. The Companies Act 2030 introduced the National Company Law Tribunal and the National Company Law Appellate Tribunal to replace the Company Law Board and the Board for Industrial and Financial Reconstruction. അതായത് കമ്പനി ലോ ബോർഡും അതുപോലെ ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷനും റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ട്രൈബ്യൂണൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു ആക്ട് പ്രകാരം വന്നിട്ടുള്ള പുതിയൊരു അതിൻ്റെ ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് പറയുന്നത് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്, എ ന്യൂ കൺസെപ്റ്റ് നോൺ ആസ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ വ്യൂ ഓഫ് മേക്കിംഗ് ഷെയർഹോൾഡേഴ്സ് ആൻഡ് അതർ stakeholders more informed, knowledgeable and conscious of their rights. അതായത് പുതിയൊരു കൺസെപ്റ്റ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യാണ്, ഷെയർ ഹോൾഡേഴ്സിനെയും അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒന്നുകൂടി ഇൻഫോംഡ് ആക്കാൻ വേണ്ടിയിട്ടും ഒന്നുകൂടി അറിവുള്ള അവരാക്കാൻ വേണ്ടി നോളജബിൾ ആക്കാൻ വേണ്ടിയിട്ടും അവരുടെ റൈറ്റ്സിൽ അവരുടെയൊക്കെ എന്തൊക്കെ അവകാശമുണ്ടോ അതിലൊന്നും കൂടി അവരെ കോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു കൺസെപ്റ്റാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് എന്ന് പറയുന്നത്, സ്യൂട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഫീച്ചറാണ് ക്രോസ് ബോർഡർ മെർജേഴ്സ്. That now performs cross-border mergers in both ways, foreign company merging with the Indian company and vice versa, but with prior പെർമിഷൻ ഓഫ് RBI. അതായത് ക്രോസ് ബോർഡർ മെർജേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനി ആയിട്ട് മേർജ് ചെയ്യുക, അതുപോലെ ഇന്ത്യൻ കമ്പനി ഫോറിൻ കമ്പനി ആയിട്ട് മേർജ് ചെയ്യുക. ഇത് RBIൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ മെർജിങ് നടക്കുകയുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രെയിനിങ് ആൻഡ് ഫോർവേഡ് ഡീലിംഗ്. പ്രൊവിഷൻ നമ്മൾ നേരത്തെ പഠിച്ച് ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചതാണ്. പ്രൊഹിബിഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ആക്ട്. ഇൻസൈഡർ ട്രെയിനിങ്ങും ഫോർവേഡ് ഡീലിങ്സൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജർ പേഴ്സണൽ ഫ്രം പർച്ചേസിങ് കാൾ ആൻഡ് പുട്ട് ഓപ്ഷൻസ് ഓഫ് ഷെയർസ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയിലൊക്കെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ മാനേജർ പേഴ്സൺസും അവർ അതുപോലെ ഡയറക്ടേഴ്സൊക്കെ ഇത് പർച്ചേസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പ്രൊഹിബിഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇഫ് സച്ച് എ പേഴ്സൺ ഈസ് റീസണബിളി എക്സ്പെക്റ്റഡ് ടു ഹാവ് ആക്സസ് ടു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും, ഇവരൊക്കെ പിന്നെ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും പ്രൈസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും. അപ്പോൾ അത് ഇൻസൈഡർ ട്രെയിനിങ്ങും ഫോർവേഡ് ഡീലിങ്സൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്ട്രിക്റ്റ് റൂൾസ് ഫോർ ഓഡിറ്റേഴ്സ്. അതായത് 1956 പ്രകാരം ഓഡിറ്റേഴ്സിന് റൂൾസിൽ ഒന്നും കൂടി എന്തുണ്ടാക്കിയിട്ടുണ്ട്, സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഫ് ദി ഓഡിറ്റേഴ്സ് ആക്റ്റഡ് knowingly and willfully with the intention to deceive the company or its shareholders or creditors or tax authority, he shall be punishable with imprisonment for a term which may extend to 1 year and with a fine which not be less than 1 lakh rupees but may extend to 25 lakh rupees. അതായത് അവർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർ താല്പര്യപ്രകാരം കമ്പനീസിനെതിരെ ഷെയർ ഹോൾഡേഴ്സിനോ ക്രെഡിറ്റേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടം വരുത്തുകയാണെങ്കിൽ, അവരൊക്കെ ഡിസീവ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓഡിറ്റേഴ്സിന് കറക്റ്റായിട്ടുള്ള പണിഷ്മെൻ്റൊക്കെ കൊടുക്കും. അതായത് ഇംപ്രിസൺമെൻ്റ് ഉണ്ടായിരിക്കും, ജയിൽവാസം, അതുപോലെ 1 ഇയറിലുള്ള ഇംപ്രിസൺമെൻറ്റും പിന്നെ 1 lakh to 25 rupees വരെയുള്ള പണിഷ്മെൻറ്റും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഇയർ. ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ റിലേഷൻ ടു എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് മീൻസ് ദ പീരീഡ് എൻഡിങ് ഓൺ 31st day of March every year where it has been incorporated or after 1st day of January of a year, the period ending on the 31st day of March of the following year. In respect thereof, financial statement of the company or body corporate is made up. അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ
ഏതൊരു കമ്പനിയിലും ബോഡി കോർപ്പറേറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇയർ 31 മാർച്ചിലാണ് എൻഡ് ചെയ്യുക. പക്ഷേ ഈ ജനുവരിയിൽ തുടങ്ങുന്നതാണെങ്കിൽ അവരുടെ നെക്സ്റ്റ് മാർച്ച് 31 അവരുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്. ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലോട്ട് ടു പ്രൈവറ്റ് കമ്പനി 200 ആണ് എന്ത് മാക്സിമം നമ്പർ, പ്രൈവറ്റ് കമ്പനിക്കുള്ള മാക്സിമം നമ്പർ. ഈ എൻട്രൻച്ച്മെൻറ്റ് പ്രൊവിഷൻസ് ഇൻ Articles may provide more stringent and restrictive procedure than passing a special resolution for altering certain provisions of the Articles of Association. Articles of Associationൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു എൻട്രൻച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവയുടെ നിലവിലുള്ള പ്രൊവിഷൻസിലൊക്കെ ആൾട്ടർ ചെയ്തിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്തിട്ട് പുതിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഡിഫൈൻഡ്. Duties of directors of all companies are spelled out in section 166 of the Companies Act based on case laws. അതായത് കറക്റ്റായിട്ട് എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഡയറക്ടേഴ്സിനുള്ളതെന്ന് ഈ ഒരു ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കോമ്പോസിഷൻ ഓഫ് ബോർഡ്. പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ് ആർ റിക്വയർഡ് ടു അപ്പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടേഴ്സ്. അതായത് ചില കമ്പനീസൊക്കെ എന്താണ്, ഒരു വുമൺ ഡയറക്ടറെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യണം. അത് കമ്പൽസറി അപ്പോയിൻമെൻറ്റ് ഓഫ് വുമൺ ഡയറക്ടറാണ്. അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ ഷുഡ് ബി എ പേഴ്സൺ ഹു ആർ സ്റ്റേഡ് ഇൻ ഇന്ത്യ. ഒരു ഡയറക്ടർ ഇന്ത്യയിൽ 152 ദിവസത്തിൽ കുറയാതെ സ്റ്റേ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. എന്ന് വെച്ചാൽ റെസിഡൻ്റ് ആയിരിക്കണം. ഒരു ഡയറക്ടർ വുമൺ ഡയറക്ടറും ആയിരിക്കണം ബോർഡിൽ. പിന്നെ പറയുന്നതാണ് നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്. മിനിമം 7 days നോട്ടീസ് ടു ബി ഗിവൺ ടു ഓൾ ഡയറക്ടേഴ്സ് വെദർ ഓർ നോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിലോ അല്ലെങ്കിലോ ഒരു 7 days നോട്ടീസ് അവർക്ക് ഡയറക്ടേഴ്സിന് കൊടുക്കണം. മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള നോട്ടീസ് ക്യാൻ ബി സെൻഡ് ത്രൂ എനി മീൻസ്. ഏത് വഴി വേണമെങ്കിലും കൊടുക്കാം. ഹാൻഡായിട്ട് കൊടുക്കാം, മെയിൽസ് വഴി കൊടുക്കാം, മെയിലായിട്ട് കൊടുക്കാം, പോസ്റ്റ് അല്ലെങ്കിൽ ഫോം ആയിട്ട് കൊടുക്കാം. അവരുടെ പാർട്ടിസിപ്പേഷൻ മസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് സാലറിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പനീസ് ആക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ മെയിനായിട്ട് പറയുന്ന 2 ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഓൾ.